സംഖ്യ അധ്യായം 19. കർത്താവ് മോശയോടും അഹറോനോടും അരുളിച്ചെയ്തു, ഞാൻ കൽപ്പിക്കുന്ന അനുഷ്ഠാനവിധി ഇതാണ്. ഊനമില്ലാത്തതും നുകം വയ്ക്കാത്തതുമായ ഒരു ചമന്ന പശുക്കിടാവിനെ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരുവാൻ ഇസ്രായേല്യരോട് പറയുക. അതിനെ പുരോഹിതനായ എലയാസറിനെ ഏൽപ്പിക്കണം. പാളയത്തിന് വെളിയിൽ കൊണ്ടുപോയി അവൻ്റെ മുമ്പിൽ വച്ച് അതിനെ കൊല്ലണം. പുരോഹിതനായ എലയാസർ അതിൻ്റെ രക്തത്തിൽ വിരൽ മുക്കി സമാഗമകൂടാരത്തിൻ്റെ മുൻഭാഗത്ത് 7 പ്രാവശ്യം തളിക്കണം. പശുക്കുട്ടിയെ അവൻ്റെ മുമ്പിൽ വെച്ച് ദഹിപ്പിക്കണം. തുകലും മാംസവും രക്തവും ചാണകവും എല്ലാം ദഹിപ്പിക്കണം. ദേവദാരു, ഹിസോപ്പ്, ചമന്ന നൂൽ ഇവയെടുത്ത് പശുക്കിടാവിനെ ദഹിപ്പിക്കുന്ന അഗ്നിയിൽ ഇടണം. പിന്നീട് അവൻ വസ്ത്രങ്ങൾ അലക്കി കുളിച്ച് പാളയത്തിലേക്ക് വരണം. സന്ധ്യ വരെ അവൻ അശുദ്ധനായിരിക്കും. പശുക്കിടാവിനെ ദഹിപ്പിച്ചവനും വസ്ത്രങ്ങൾ അലക്കി കുളിക്കണം. സന്ധ്യ വരെ അവൻ അശുദ്ധനായിരിക്കും. ശുദ്ധിയുള്ള ഒരാൾ പശുക്കിടാവിൻ്റെ ചാരം ശേഖരിച്ച് പാളയത്തിന് പുറത്ത് വൃത്തിയുള്ളൊരു സ്ഥലത്ത് നിക്ഷേപിക്കണം. അത് ഇസ്രായേൽക്കാർക്ക് പാപമോചനത്തിനുള്ള ശുദ്ധീകരണ ജലം തയ്യാറാക്കുന്നതിനായി സൂക്ഷിക്കണം. പശുക്കിടാവിൻ്റെ ചാരം ശേഖരിച്ചവൻ വസ്ത്രം അലക്കണം. സന്ധ്യ വരെ അവൻ അശുദ്ധനായിരിക്കും. ഇസ്രായേല്യർക്കും അവരുടെ ഇടയിൽ പാർക്കുന്ന പരദേശികൾക്കും ശാശ്വത നിയമമാണ് ഇത്. മൃതശരീരത്തെ സ്പർശിക്കുന്നവൻ 7 ദിവസത്തേക്ക് അശുദ്ധനായിരിക്കും. 3-ാം ദിവസവും 7-ാം ദിവസവും ശുദ്ധീകരണ ജലം കൊണ്ട് അവൻ തന്നെ ശുദ്ധനാക്കണം. അപ്പോൾ അവൻ ശുദ്ധനാകും. 3-ാം ദിവസവും 7-ാം ദിവസവും ശുദ്ധികർമ്മം നടത്തിയില്ലെങ്കിൽ അവൻ ശുദ്ധിയുള്ളവനാവുകയില്ല. ശവശരീരം സ്പർശിച്ചിട്ട് തന്നെ ശുദ്ധീകരിക്കാത്തവൻ കർത്താവിൻ്റെ കൂടാരത്തെ അശുദ്ധമാക്കുന്നു. അവനെ ഇസ്രായേലിൽ നിന്ന് വിച്ഛേദിക്കണം. ശുദ്ധീകരണ ജലം തൻ്റെ മേൽ തളിക്കാത്തതുകൊണ്ട് അവൻ അശുദ്ധനാണ്. അവനിൽ അശുദ്ധി നിലനിൽക്കുന്നു. കൂടാരത്തിനുള്ളിൽ വെച്ച് ആരെങ്കിലും മരിച്ചാൽ അതേക്കുറിച്ചുള്ള നിയമം ഇതാണ്. കൂടാരത്തിൽ പ്രവേശിക്കുന്നവനും കൂടാരത്തിലുള്ളവനും 7 ദിവസത്തേക്ക് അശുദ്ധരായിരിക്കും. തുറന്നു വച്ചിരിക്കുന്ന പാത്രങ്ങളെല്ലാം അശുദ്ധമാകും. വാളിനിരയായവനെയോ ശവശരീരത്തെയോ മനുഷ്യാസ്ഥിയെയോ ശവക്കുഴിയെയോ വെളിയിൽ വെച്ച് സ്പർശിക്കുന്നവൻ 7 ദിവസത്തേക്ക് അശുദ്ധനായിരിക്കും. അശുദ്ധനായവന് വേണ്ടി പാപപരിഹാര ബലിയിൽ നിന്ന് ചാരമെടുത്ത് ഒരു പാത്രത്തിലിട്ട് അതിൽ ഒഴുക്കുനീർ കലർത്തണം. പിന്നീട് ശുദ്ധിയുള്ള ഒരാൾ ഹിസോപ്പെടുത്ത് ആ വെള്ളത്തിൽ മുക്കി കൂടാരം, ഉപകരണങ്ങൾ എന്നിവയുടെ മേലും അവിടെയുള്ള ആളുകൾ അസ്ഥിയെയോ കൊല്ലപ്പെട്ടവനെയോ ശവശരീരത്തെയോ ശവക്കുഴിയെയോ സ്പർശിച്ചവർ തുടങ്ങി എല്ലാവരുടെയും മേലും തളിക്കണം. ശുദ്ധിയുള്ളവൻ അശുദ്ധനായവൻ്റെ മേൽ ഇപ്രകാരം 3-ാം ദിവസവും 7-ാം ദിവസവും തളിക്കണം. 7-ാം ദിവസം അവൻ വസ്ത്രമലക്കി കുളിച്ച് തന്നെ ശുദ്ധീകരിക്കണം. അന്ന് സായാഹ്നം മുതൽ അവൻ ശുദ്ധനായിരിക്കും. അശുദ്ധനായി കഴിഞ്ഞിട്ട് ശുദ്ധി നേടാത്ത വ്യക്തിയെ കർത്താവിൻ്റെ വിശുദ്ധ സ്ഥലം അശുദ്ധമാക്കിയതിനാൽ സമൂഹത്തിൽ നിന്ന് പുറന്തള്ളണം. ശുദ്ധീകരണ ജലം തളിക്കപ്പെടാത്തതുകൊണ്ട് അവൻ അശുദ്ധനാണ്. ഇത് ശാശ്വത നിയമമാണ്. ശുദ്ധീകരണ ജലം തളിക്കുന്നവൻ തൻ്റെ വസ്ത്രം കഴുകണം. ആ ജലം തൊടുന്നവൻ സായാഹ്നം വരെ അശുദ്ധനായിരിക്കും. അശുദ്ധൻ സ്പർശിക്കുന്നതെന്തും അശുദ്ധമായി തീരും. അശുദ്ധമായി തീർന്നതിനെ സ്പർശിക്കുന്നവനും സായാഹ്നം വരെ അശുദ്ധനായിരിക്കും. Chapter 19. The Lord said to Moses and Aaron, "This is the regulation which the law of the Lord prescribes.
Tell the Israelites to procure for you a red heifer that is free from every blemish and defect, and on which no yoke has ever been laid. This is to be given to Eleazar the priest, to be led outside the camp and slaughtered in his presence. Eleazar the priest shall take some of its blood on his finger and sprinkle it 7 times toward the front of the meeting tent. Then the heifer shall be burned in his sight, with its hide and flesh, its blood and offal. And the priest shall take some cedar wood, hyssop, and scarlet yarn, and throw them into the fire in which the heifer is being burned. The priest shall then wash his garments and bathe his body in water. He remains unclean until the evening, and only afterward may he return to the camp. Likewise he who burned the heifer shall wash his garments, bathe his body in water, and be unclean until evening. Finally, a man who is clean shall gather up the ashes of the heifer, and deposit them in a clean place outside the camp. There they are to be kept for preparing lustral water for the Israelite community. The heifer is a sin offering. He who has gathered up the ashes of the heifer shall also wash his garments and be unclean until evening. This is a perpetual ordinance, both for the Israelites and for the aliens residing among them. Whoever touches the dead body of any human being shall be unclean for 7 days. He shall purify himself with the water on the 3rd and on the 7th day, and then he will be clean again. But if he fails to purify himself on the 3rd and on the 7th day, he will not become clean. Everyone who fails to purify himself after touching the body of any deceased person defiles the dwelling of the Lord and shall be cut off from Israel. Since the lustral water has not been splashed over him, he remains unclean. His uncleanness still clings to him. This is the law. When a man dies in a tent, everyone who enters the tent as well as everyone already in it shall be unclean for 7 days. Likewise, every vessel that is open, or with its lid unfastened, shall be unclean. Moreover, everyone who in the open country touches a dead person, whether he was slain by the sword, or died naturally, or who touches a human bone or a grave, shall be unclean for 7 days. For anyone who is thus unclean, ashes from the sin offering shall be put in a vessel, and spring water shall be poured on them. Then a man who is clean shall take some hyssop, dip it in this water, and sprinkle it on the tent, and on all the vessels and persons that were in it, or on him who touched a bone, a slain person or other dead body, or a grave. The clean man shall sprinkle the unclean on the 3rd and on the 7th day. Thus purified on the 7th day, he shall wash his garments and bathe his body in water, and in the evening he will be clean again. Any unclean man who fails to have himself purified shall be cut off from the community, because he defiles the sanctuary of the Lord. As long as the lustral water has not been splashed over him, he remains unclean. This shall be a perpetual ordinance for you. One who sprinkles the lustral water shall wash his garments, and anyone who comes in contact with this water shall be unclean until evening. Moreover, whatever the unclean person touches becomes unclean itself, and anyone who touches it becomes unclean until evening.